ഞങ്ങളും ഒരു തീർത്ഥയാത്രയിലാണ്. കാശി, അയോധ്യ, മധുര അങ്ങനെയുള്ള ഒരു യാത്രയിൽ ഞങ്ങൾ ഉത്തരേന്ത്യയിലെത്തിയപ്പോൾ ഞങ്ങൾ അവിടെ വൈകുന്നേരത്തെ ഭക്ഷണം കഞ്ഞി വെക്കാൻ നമ്മളും ഇതേപോലെ തന്നെ ഒരു സ്ഥലത്ത് റെസ്റ്റ് ചെയ്തത്. അപ്പോൾ അതേപോലെ അവിടെ ഞങ്ങൾ കണ്ടതെന്ന് വെച്ചാൽ 2 ബസ്സിൽ ഒരു ഗ്രാമത്തിൽ 100 പേര് 2 ബസ്സിൽ 2 മാസങ്ങളോളം തീർത്ഥയാത്ര നടത്തുക വന്നിരിക്കുകയാണ്. 1 ലക്ഷം രൂപയാണ് ഓരോ കർഷകരും പിന്നെ ഈ തീർത്ഥയാത്രയ്ക്ക് വേണ്ടി ചിലവാക്കുന്നത്. ഉത്തരേന്ത്യയും ദക്ഷിണേന്ത്യയും ഉള്ള എല്ലാ തീർത്ഥസ്ഥലങ്ങൾ സന്ദർശിക്കുക എന്നതാണ് ഈ ഗ്രാമത്തിലുള്ള 100 പേരുടെ ആഗ്രഹം. അപ്പോൾ അവരും ഇതേപോലെ തന്നെ എന്താ പറയുക, ചപ്പാത്തി അവിടെ നിന്ന് പരത്തിയാണ്. ഉത്തരേന്ത്യക്കാരുടെ ചപ്പാത്തി പരത്തൽ വളരെ ഈസിയായി ചപ്പാത്തി പരത്തുന്നു, ചൂടാക്കുന്നു, കല്ലിലിട്ട് ചൂടാക്കുന്നു, തീയിലിട്ട് പൊന്തിക്കുന്നു. വളരെ രസകരമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു. പിന്നെ കറി വെച്ചിരുന്നത് ഒരു നമ്മൾ കോവക്കയെ പോലത്തെ ഒരു സാധനം. അത് വളരെ എന്താ പറയുക, മഞ്ഞളും മുളകും ഒക്കെ കൂട്ടി പെരക്കി അങ്ങനെ ഒരു കറിയാക്കി. പിന്നെ കുറച്ച് ചോറൊക്കെ വെച്ചിട്ടുണ്ട്. ചപ്പാത്തി വേണ്ടാത്തവർക്കായിരിക്കും ചോറ് ഒക്കെ ആക്കി. അപ്പോൾ ഇത് വളരെ കൗതുകത്തോടെയാണ് നമ്മൾ നോക്കിയിരുന്നത്. കണ്ടോ, ആദ്യം പിന്നെ ചൂടാക്കി, പിന്നെ അത് ഒരുപാട് പേര് നിരന്ന് നിന്നിട്ട് വീഡിയോ എടുത്തു. അപ്പോൾ അവർക്കതൊന്നും പ്രശ്നമില്ല. വളരെ സന്തോഷത്തോടു കൂടി ഞങ്ങൾ കേരളത്തിൽ നിന്നാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് 2 ഭാഗങ്ങളിലായിട്ട് അവർ 100 പേർക്കുള്ള ഭക്ഷണം, ഒരാൾക്ക് എത്ര ചപ്പാത്തി വേണം. അപ്പോൾ അവരിങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ചപ്പാത്തി ആക്കി ഭക്ഷണവും കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇതാ ഉണ്ടാക്കുന്ന വിധമൊക്കെ കണ്ടോ, വളരെ ഈസി ആയിട്ടാണ് ഉണ്ടാക്കിയത്. നമ്മൾ അപ്പുറത്തെ അടുപ്പിൽ നിന്ന് കഞ്ഞി ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ കഞ്ഞിയും ചമ്മന്തിയൊക്കെ ഉണ്ടാക്കിയാണ്. ഇതാണ് ഒരു ഗ്രാമത്തിലെ അവരുടെ ബസ്സിന് മുകളിൽ തന്നെ എഴുതിയിട്ടുണ്ട്, ചലോ അയോധ്യ, ചലോ ഹരിദ്വാർ. അയോധ്യ അവരുടെ ബസ്സാണിത്. അയോധ്യ ചലോ. ഒരു ബസ് മാത്രമേ, 2 ബസ്സുണ്ട്. ഇതിൻ്റെ പുറകെ ഒരു ബസ് നിർത്തിയിട്ടുണ്ട്. ചപ്പാത്തിയൊക്കെ ചുടുന്നുണ്ട്.